എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള BCom സ്റ്റുഡൻസിൻ്റെ ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് പറയുന്നത്? ഒരു അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഒരു അവകാശവാദവും ഉണ്ട്, അതിന് റീസണും നമുക്ക് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ പറയുന്നു, എ ബഡ്ജറ്റിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ഫിനാൻഷ്യൽ സ്കിൽ ഫോർ മാനേജിങ് പേഴ്സണൽ ഫിനാൻസ്. നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്കില്ലാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ല നമ്മുടെ ഇൻകവും എക്സ്പെൻസും അല്ലെങ്കിൽ നമുക്ക് വേണ്ട നീഡ്സും വാണ്ട്സും ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സും ഒക്കെ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ല പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എസെൻഷ്യൽ ഫിനാൻഷ്യൽ സ്കില്ലാണെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ അവകാശവാദം എന്ന് പറയുന്നത്. ഇനി അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു റീസൺ പറയുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവകാശവാദം പറയുന്നത്. ബഡ്ജറ്റിംഗ് ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് ഇൻകം and expense, ensuring that spending does not exceed income. ബഡ്ജറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനാണ്? ട്രാക്കിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. നമ്മുടെ ഇൻകത്തിനെയും എക്സ്പെൻസിനെയും നമ്മുടെ വരവിനെയും ചെലവിനെയും ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ദ സ്പെൻഡിങ് ഡസ് നോട്ട് എക്സീഡ് ഇൻകം. ഒരിക്കലും നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാതിരിക്കാനായിട്ട് ബഡ്ജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. എയും ശരിയാണ്, ആറും അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആറെന്ന് പറയുന്നത് റീസൺ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയുന്നു. ഇനി പറയുന്നു ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ. 2 ശരിയൊക്കെയാണ് പറയുന്നത്, പക്ഷേ ആറെന്ന് പറയുന്നത് അല്ല റീസൺ പറഞ്ഞിരിക്കുന്നത് അസേർഷൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് മാച്ച് അല്ലെന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. 3 പറയുന്നത് എന്താണ്? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. എ ശരിയാണ്, പക്ഷേ ആറ് റീസൺ തെറ്റാണ്. അടുത്ത പറയുന്നതാണ് അസേഷൻ തെറ്റാണ്, പക്ഷെ റീസൺ ശരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കണ്ടേ? യെസ്. അപ്പോൾ ആൻസർ നോക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ബഡ്ജറ്റിംഗ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ ബഡ്ജറ്റിംഗ്? ദ ബഡ്ജറ്റ് ഹെൽപ്പ് ക്രിയേറ്റ് എ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ബഡ്ജറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട്, അല്ലെ സ്റ്റെബിലിറ്റി നമുക്ക് നടത്താനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ബൈ ട്രാക്കിംഗ് എക്സ്പെൻസസ് ആൻഡ് following a plan, the budget make it easier to pay bill on time, build an emergency fund and save for major expenses such as car or home. അപ്പം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബഡ്ജറ്റ് ഹെൽപ്പ് ടു ട്രാക്കിംഗ് എക്സ്പെൻസസ്. നമ്മുടെ എക്സ്പെൻസുകളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഫോളോയിങ് എ പ്ലാൻ. നമുക്കൊരു പ്ലാൻ ഉണ്ട്. ബഡ്ജറ്റ് മേക്ക് ഇറ്റ് ഈസിയർ ടു പേ ബില്ല്. നമ്മുടെ ബില്ലുകളൊക്കെ ഡ്യൂസൊക്കെ നമുക്ക് ഈസി ആയിട്ട് പേ ചെയ്യാനായിട്ട്, ഓൺ ടൈമിൽ തന്നെ പേ ചെയ്യാൻ സാധിക്കുന്നു. നമുക്കൊരു എമർജൻസി ഫണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ബഡ്ജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് എന്താണ്, നമുക്ക് വരാൻ സാധ്യതയുള്ള ചില മേജർ എക്സ്പെൻസുകൾക്ക് വേണ്ടി നമുക്ക് കുറേ പൈസ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെ ബഡ്ജറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ദ ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ് ഹെൽപ്പ് യു ട്രാക്ക് യുവർ ഇൻകം ആൻഡ് എക്സ്പെൻസ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യുമ്പം ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻകത്തിനെ, വേരിയസ് സോഴ്സ് ഓഫ് ഇൻകത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ വരവിനെയൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനും എതിലേക്കാണ് നമ്മുടെ പൈസ പോകുന്നത് എന്നുള്ളത് നമുക്ക്, എക്സ്പെൻസുകളെ നമുക്ക് ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നു. ഐഡൻറ്റിഫൈ ദ ഏരിയ വെയർ യു ക്യാൻ സേവ് മണി ആൻഡ് മേക്ക് ഇൻഫോംഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ. അതുവഴി നമുക്ക് എന്താണ്, നമ്മുടെ ഇൻകത്തിനെ നമുക്കറിയാം, എക്സ്പെൻസിനെയും അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാം ദ ഏരിയ വെയർ യു ക്യാൻ സേവ് മണി. എവിടെയാണ് നമുക്ക് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, നമുക്ക് അൺനെസസറി ആയിട്ടുള്ള, അൺപ്ലാൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ചില എക്സ്പെൻസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് ആ പൈസയൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് എന്താണ്, ഇറ്റ് ഹെൽപ്പ് ടു മേക്ക് എ ഇൻഫോംഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ. നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ബഡ്ജറ്റ് എന്താണ്, ബഡ്ജറ്റിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ക്വസ്റ്റിനിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അസേർഷനിൽ പറയുന്നു, എ ബഡ്ജറ്റിംഗ് ഈസ് ആൻ എസെൻഷ്യൽ ഫിനാൻഷ്യൽ സ്കിൽസ് ഫോർ മാനേജിങ് പേഴ്സണൽ ഫിനാൻസ്. നമ്മുടെ പേഴ്സണൽ ഫിനാൻസിനെ മാനേജ് ചെയ്യാനായിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്കില്ലാണ് ടു പ്രിപ്പയർ ബഡ്ജറ്റ്. അതാണ് നമ്മുടെ അവകാശവാദം. അതിൻ്റെ റീസൺ പറഞ്ഞു, ബഡ്ജറ്റ് ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. നമ്മുടെ ഇൻകത്തിനെയും എക്സ്പെൻസിനെയും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു. അതുവഴി നമുക്ക് ഓവർ സ്പെൻഡിങ് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ തിയറി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദെൻ ആൻസർ
The correct answer is option A. Both A and R are true. And R is a correct explanation of A. അപ്പോൾ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും അസേഷനും ശരിയാണ്, റീസണും ശരിയാണ്. അതുപോലെ തന്നെ റീസൺ നമ്മുടെ അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എഗെയിൻ അസേഷൻ ആൻഡ് റീസൺ ആണ്. ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ ഈസ് എ സൈൻ ഓഫ് പുവർ ഫിനാൻഷ്യൽ ബിഹേവിയർ. അല്ലെങ്കിൽ ഇമ്പൾസ് ബൈയിങ്, ഇമ്പൾസ് മീൻസ് എന്താണ്? സഡൻ ബൈയിങ് ആണ്, അല്ലെങ്കിൽ സഡൻ പർച്ചേസ് ആണ്, വിത്തൗട്ട് എനി പ്ലാനിങ് ഓർ തിങ്കിങ് അല്ലേ? നമ്മൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാതെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പർച്ചേസ് നടത്തുന്നതിന് അല്ലെങ്കിൽ ബൈ ചെയ്യുന്നതിനാണ് ഇമ്പൾസ് ബൈയിങ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ സൈൻ ഓഫ് പുവർ ഫിനാൻഷ്യൽ ബിഹേവിയർ. അത് നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയറിനെ പുവറാക്കുന്നതാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മോശമാക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ പറയുന്നതാണ് ഇമ്പൾസ് ബൈയിങ് മീൻസ് ദ മേക്കിംഗ് പർച്ചേസ് വിത്തൗട്ട് പ്ലാനിങ് വിച്ച് ക്യാൻ ലീഡ് ടു അൺനെസസറി ഡെപ്റ്റ്. ഇമ്പൾസ് ബൈയിങ് മീൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? മേക്കിംഗ് പർച്ചേസ് വിത്തൗട്ട് പ്ലാനിങ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ഒരു പ്ലാനും ഇല്ലാതെയാണ് പർച്ചേസ് ചെയ്യുന്നത്. കണ്ണിൽ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. അതെന്തിലോട്ട് നയിക്കും? വിച്ച് ക്യാൻ ലീഡ് ടു അൺനെസസറി ഡെപ്റ്റ്. നമുക്ക് അനാവശ്യമായിട്ടുള്ള ഡെപ്റ്റിലോട്ട്, കടത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ട് വഴിതെളിക്കുന്നു. അപ്പം ഒരു അസേഷൻ ഉണ്ട്, ഒരു റീസൺ ഉണ്ട്, എഗെയിൻ സെയിം 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എന്താണ് അവിടെ ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെ ഇമ്പൾസ് ബൈയിങ് എന്താണെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് നോക്കാം. വാട്ട് യു മീൻ ബൈ ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ? Impulse buying is a tendency of a customer to buy goods and services without planning in advance. അപ്പോൾ ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ടെൻഡൻസി. ഒരു കസ്റ്റമറുടെ ഒരു ടെൻഡൻസിയാണ്. എന്ത് ടെൻഡൻസിയാണ്? ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തൗട്ട് പ്ലാനിങ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി ചിന്തിക്കാതെ, മുൻകൂട്ടി ആലോചിക്കാതെ, അല്ലെ പ്ലാൻ ചെയ്യാതെ നമ്മളെന്താണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സർവീസുകൾ പർച്ചേസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മൾ കടകളിൽ പോകുമ്പോൾ നമ്മളെന്താണ്, നമുക്കറിയാം ഇന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നറിയാം. പക്ഷേ ഷോപ്പിൽ ചെല്ലുമ്പോൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, ഷോപ്പിംഗ് മോളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കാം. ആ അട്രാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ നമ്മളെന്താണ് ഒരു പ്ലാനും കൂടാതെ നമ്മൾ ചിലപ്പോൾ പർച്ചേസ് ചെയ്തെന്നും ഇരിക്കാം. അങ്ങനെ ഒരു പർച്ചേസിങ് ബിഹേവിയർ നമുക്കുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ. നമുക്ക് ആവശ്യമുള്ളതാണോ, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നതാണോ, ഇതിനു വേണ്ടിയുള്ള പൈസ നമ്മുടെ കൈവശം ഉണ്ടോ എന്ന് ചിന്തിക്കാതെ നമ്മളെന്താണ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ. Then impulse buying can have a negative impact on financial discipline and well-being. അങ്ങനെ നമുക്ക് ദെൻ ഇമ്പൾസ് ആയിട്ടുള്ള ബൈയിങ് ബിഹേവിയർ ഉണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിൽ കൊണ്ടുവരും. നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നഷ്ടപ്പെടും, നമ്മുടെ ഫിനാൻഷ്യൽ വെൽബീയിങ് എന്താണ് ഇല്ലാതാക്കുന്നത് ഒരു സിറ്റുവേഷനാണ് ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. എല്ലാ ഷോപ്പുകളും നമ്മളെ കൊണ്ട് ഇമ്പൾസ് ബൈയിങ് നടത്തിക്കാൻ വേണ്ടിയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രോഡക്റ്റുകളെ മർക്കൻഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അപ്പോൾ എന്തായിരിക്കും ആൻസർ എന്ന് നമുക്ക് നോക്കാം. ദെൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇമ്പൾസ് ബൈയിങ് ഈസ് എ സൈൻ ഓഫ് പുവർ ഫിനാൻഷ്യൽ ബിഹേവിയർ. നമുക്ക് ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വെച്ചേക്കുക, എൻ്റെ ഫിനാൻഷ്യൽ ബിഹേവിയർ ശരിയായിട്ടുള്ള രീതിയിലല്ല. ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇമ്പൾസ് ബൈയിങ് മീൻസ് ദ മേക്കിംഗ് പർച്ചേസ് വിത്തൗട്ട് പ്ലാനിങ്. ഒരു പ്ലാനും ഇല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിളിച്ചത്. സോ ഓപ്ഷൻ എ ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് നമുക്ക് പോവാം. എന്നാണ് അടുത്ത ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു അസേഷൻ പറഞ്ഞിരിക്കുന്നു, എ ഹൈ ക്രെഡിറ്റ് സ്കോർ റിഫ്ലക്ട് ഗുഡ് ഫിനാൻഷ്യൽ ബിഹേവിയർ. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ അത് ഗുഡ് ഫിനാൻഷ്യൽ ബിഹേവിയറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ ഒരു സൈൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ കൂടുതലാണെങ്കിൽ നമുക്ക് നല്ല ഫിനാൻഷ്യൽ ബിഹേവിയർ ഉണ്ടെന്നാണ് നമ്മുടെ അവകാശവാദം. അതിൻ്റെ റീസൺ പറയുന്നത് എന്താണ്? ദ ഹൈ ക്രെഡിറ്റ് സ്കോർ ഈസ് ടിപ്പിക്കലി അച്ചീവ്ഡ് ബൈ പേയിങ് ബിൽ ഓൺ ടൈം ആൻഡ് മെയിൻറ്റെയിനിങ് എ ലോ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈ ക്രെഡിറ്റ് റേഷ്യോ നമുക്ക് കിട്ടിയതല്ലേ? ഹൈ ക്രെഡിറ്റ് സ്കോർ കിട്ടാനുള്ള റീസൺ എന്താണ്? അങ്ങനെ കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബില്ലുകളൊക്കെ നമ്മൾ ഓൺ ടൈമിൽ പേ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലോണുകളൊക്കെ കറക്റ്റായിട്ട് റീപേ ചെയ്തുകൊണ്ടും, നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ടുമാണ് നമുക്ക് ഈ പറഞ്ഞ ക്രെഡിറ്റ് സ്കോർ കൂടി നിൽക്കാനായിട്ട് സാധിക്കുന്നതെന്നാണ് എൻ്റെ റീസൺ പറയുന്നത്.
അഗെയിൻ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സെയിം ഓപ്ഷൻസ് ആണ്, രണ്ടും ശരിയാണ്. ദെൻ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നു 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്, പക്ഷേ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെന്ന് പറയുന്നു. എ ശരിയാണ്, അതുപോലെ 6 ഫോൾസ് ആണ്, എ ഫോൾസ് ആണ്, 6 ശരിയാണെന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് മുന്നിലുണ്ട്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ. സോ വാട്ട് യു മീൻ ബൈ ക്രെഡിറ്റ് സ്കോർ? Credit score is a number that indicates a consumer's credit worthiness and is a key factor in determining the terms of credit they are offered. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ആ നമ്പർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കൺസ്യൂമറുടെ ക്രെഡിറ്റ് വർത്തിനെസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. ദ കീ ഫാക്ടർ ഈസ് ഡിറ്റർമൈനിങ് ദ ടേം ഓഫ് ക്രെഡിറ്റ് ദേ ആർ ഓഫേർഡ്. അപ്പോൾ ആ ക്രെഡിറ്റ് സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് അനുവദിക്കുന്നത്. അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പം എത്ര ശതമാനം ലോൺ സാങ്ഷൻ ചെയ്യണം, എത്ര രൂപ വരെ സാങ്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഹൗ കൺസിസ്റ്റൻറ്റ് യു ആർ വിത്ത് റീപേയിങ് യുവർ ഡെപ്റ്റ്. എങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡെപ്റ്റുകൾ റീപേ ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ദെൻ ആ ഫാക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സ്കോർ വരുന്നത്. അപ്പോൾ എന്താണ്, ദ ഹയർ യുവർ ക്രെഡിറ്റ് സ്കോർ ദ ബെറ്റർ യുവർ ചാൻസ് ഓഫ് സെക്യൂറിങ് ലോൺ വിത്ത് ഫേവറബിൾ ടൈംസ്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ കൂടും തോറും നമുക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതകൾ കൂടുന്നു. അതെങ്ങനെയാണ്? നമ്മുടെ ഫേവറബിൾ ടൈംസിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് നമുക്കെന്താണ് മാക്സിമം എമൗണ്ട് ലോൺ ലഭിക്കാൻ പലപ്പോഴും ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകണമെങ്കിൽ ഗുഡ് ക്രെഡിറ്റ് ബിഹേവിയർ ഉണ്ടെങ്കിലേ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഈസ് എ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ഈ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഹൈ ക്രെഡിറ്റ് സ്കോർ എന്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു? നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയർ ഗുഡ് ആണെന്ന് പറയുന്നു. നമ്മുടെ അവകാശവാദം ശരിയാണ്. റീസൺ പറയുന്നത് എന്താണ്? ഹൈ ക്രെഡിറ്റ് സ്കോർ ഈസ് ടിപ്പിക്കലി അച്ചീവ്ഡ്. എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? ബൈ പേയിങ് ബിൽ ഓൺ ടൈം. നമ്മുടെ ബില്ലുകളെല്ലാം നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ പേ ചെയ്യുകയും നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ ഏറ്റവും ലോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് പറയാം. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻസേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.